മൊഡ്യൂൾ 1-ലെ അവസാനത്തെ ചാപ്റ്ററാണ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് വാട്ടർ ഡിമാൻഡ് ത്രൂ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. അതായത് നമുക്കൊരു പെർട്ടിക്കുലർ സിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫ്യൂച്ചർ പോപ്പുലേഷൻ എത്ര ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ കണക്കാക്കിയിട്ട് ആ ഒരു പോപ്പുലേഷനെ മീറ്റ് ചെയ്യാൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ മെയിൻലി വരുന്നത് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അതായത് നമുക്ക് ഓരോ സിറ്റിയിലും അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്കും അവിടുത്തെ പോപ്പുലേഷൻ ഡിഫറൻ്റ് ആയിരിക്കും, പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ ട്രെൻഡ് ഡിഫറൻ്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് ഫ്യൂച്ചർ ഡെക്കേഡ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സിലേക്കുള്ള പോപ്പുലേഷൻ്റെ ട്രെൻഡ് എന്താണ്, എത്രത്തോളം പോപ്പുലേഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു നമ്പർ വെച്ച് നമുക്ക് അവിടെ എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വരും ഫ്യൂച്ചറിൽ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ട് 9 മെത്തേഡുകളാണുള്ളത്. ഇതിൽ പല മെത്തേഡുകളും മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. മറ്റുള്ളത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ്, കർവ് അനാലിസിസ്, അത്തരത്തിലുള്ള പ്രോസസ്സ് വഴിയാണ് പോപ്പുലേഷൻ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് എന്നുള്ള കൺക്ലൂഷൻ അല്ലെങ്കിൽ അസംഷനിലാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് പ്രോസസ്സ് കൊണ്ടുപോകുന്നത്. അതായത് ഒരു സിറ്റി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്യൂച്ചർ ഡെക്കേഡ്സിൽ വരുന്ന പോപ്പുലേഷൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻക്രീസ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് എന്നുള്ള അസംഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് ഓൾഡ് അല്ലെങ്കിൽ ലാർജ് സിറ്റീസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റോ ഗ്രോത്തോ ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് മോർ സ്യൂട്ടബിൾ ആവുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് താഴെ കാണിച്ചിട്ടുള്ളത്. Pn is equal to P0 plus Nx bar. Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ്, P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് പ്രസൻറ്റ്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ് ബിറ്റ്വീൻ നൗ ആൻഡ് ഫ്യൂച്ചർ, ആൻഡ് ലാസ്റ്റ് വൺ x bar, ആവറേജ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മളിവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് പ്രോബ്ലം. നമ്മൾ നെക്സ്റ്റ് വരുന്ന മെത്തേഡ്സിലെല്ലാം ഈ ഒരു പ്രോബ്ലത്തിനെ വെച്ച് തന്നെയാണ് ആ ഒരു അനാലിസിസ് നടത്തുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പോപ്പുലേഷൻ ഓഫ് 5 decades ഫ്രം 1930 to 1970 is given below. Find out the population after 1, 2, 3 decades beyond last known decade by using arithmetic increase method. അതായത് 1930 to 1970 വരുന്ന പോപ്പുലേഷൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. അതിന് ശേഷമുള്ള 3 ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ടാബുലേഷൻ മെത്തേഡാണ്. ഇതാണ് ആ ടേബിള്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഇയർ ആൻഡ് പോപ്പുലേഷൻ, അതിൻ്റെ കൂടെ വരുന്നത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, ആ ഒരു സെക്ഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ തന്ന ക്വസ്റ്റ്യനിലുള്ള ഡാറ്റാസ് നമ്മൾ അതുപോലെ കോപ്പി ചെയ്തു. 1930 to 1970 ഉള്ള പോപ്പുലേഷൻ കറസ്പോണ്ടിങ് കോളത്തിൽ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇൻക്രീസ് ഇൻ പോപ്പുലേഷനാണ് കാണുന്നത്. സോ 1930 പോപ്പുലേഷൻ 25,000 ആണ്. സോ അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇതിന് തൊട്ട് മുൻപത്തെ ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻക്രീസ് ആണോ എന്താണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ. സോ സെക്കൻഡ് കേസ് 1940 പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുന്നു. 28,000 ആണ് പോപ്പുലേഷൻ. അതിന് തൊട്ട് മുമ്പിലെ ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ 25,000 ആണ്. സോ അവിടെ വരുന്നൊരു ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,000 ആയിരിക്കും. 28,000 മൈനസ് 25,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1940 വരുന്ന ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ
കിട്ടും. ദാറ്റ് ഈസ് 3000. സെയിം മെത്തേഡിൽ നമ്മൾ 1950 പോപ്പുലേഷൻ കൺസിഡർ ചെയ്യും ആൻഡ് കമ്പയറിങ് ഇറ്റ് വിത്ത് 1940s പോപ്പുലേഷൻ. 34,000 മൈനസ് 28,000, 6,000 എന്ന് കിട്ടും. സിമിലർ മെത്തേഡിൽ 1960 1970 ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് 8,000 ആൻഡ് 5,000 ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഓരോ ഇയർ വൈസ് ഉള്ള ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് 22,000 എന്ന് കിട്ടി. ഫൈനലി ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ്, അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ ആവറേജ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. കിട്ടിയ 22,000-നെ നമ്മൾ ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1940, 1950, 1960 ആൻഡ് 1970 ഈ 4 ഡെക്കേഡ്സിലാണ് ഇൻക്രീസ് ഉള്ളത്. സോ ആ 4 കൊണ്ട് നമ്മൾ ഈ കിട്ടിയ ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് ഇൻക്രീസ് കിട്ടും. അതാണ് 5,500 എന്ന് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ വാല്യൂസും അവൈലബിൾ ആയി. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ നെക്സ്റ്റ് 3 ഡെക്കേഡ്സിലുള്ള പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും. സോ ഇക്വേഷൻ Pn ഈസ് ഈക്വൽ ടു P0 പ്ലസ് എൻ എക്സ് ബാർ ആണ്. സോ പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഡെക്കേഡ് ബിയോണ്ട് 97, അതായത് ഏറ്റവും ലാസ്റ്റ് നോൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ 1970 പോപ്പുലേഷനാണ്. സോ അതിന് ശേഷമുള്ള 1 ഡെക്കേഡിലെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഓഫ് 1980, 1980 പോപ്പുലേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് തന്ന ഡാറ്റയിലുള്ള നോൺ പോപ്പുലേഷൻ, അതായത് 1970 പോപ്പുലേഷനും കൺസിഡർ ചെയ്യും. സോ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970 മുതൽ 1980 വരെ ഒരു ഡെക്കേഡാണ്, 10 വർഷമാണ്. സോ ഒരു ഡെക്കേഡായി. എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ ടേബിളിൽ വെച്ച് കണ്ടെത്തി, അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 1980 പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. 47,000 പ്ലസ് 1 ഇൻറ്റു 5,500 വിച്ച് ഈസ് ഈക്വൽ ടു 52,500. സെയിം മെത്തേഡിൽ നമ്മൾ പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഡെക്കേഡ്സും പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഡെക്കേഡ്സും കണ്ടെത്തുകയാണ്. ഈ ഒരു കേസിൽ പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഡെക്കേഡ്സ് ബിയോണ്ട് 1970 എന്ന് പറയുമ്പോൾ 1970 ശേഷം 2 ഡെക്കേഡ്സിന് ശേഷമുള്ള പോപ്പുലേഷൻ, അതായത് 1990 പോപ്പുലേഷനാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ അവിടെ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ്, എന്നിൻ്റെ വാല്യൂ മാത്രമാണ് മാറുന്നത്. സോ 1990 എന്നിൻ്റെ വാല്യൂ 2 ആയി മാറും. അങ്ങനെ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ 58,000 എന്ന് കിട്ടും. ആൻഡ് പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഡെക്കേഡ്സ് ബിയോണ്ട് 1970, 1970 ശേഷം 3 ഡെക്കേഡ്സ് കൺസിഡർ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ ഓഫ് 2000 ആണ് കണ്ടെത്തേണ്ടത്. സോ അവിടെ എന്നിൻ്റെ വാല്യൂ 3 ആയി മാറും. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ 63,500 എന്ന് കിട്ടും. ഇതാണ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡ്. പോപ്പുലേഷൻ ഇൻക്രീസ് ഒരു കോൺസ്റ്റൻറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ അസംഷൻ ചെയ്തത്. ഇക്വേഷൻ Pn ഈസ് ഈക്വൽ ടു P0 പ്ലസ് എൻ എക്സ് ബാർ ആണ്. സോ ഇതിൽ എക്സ് ബാർ കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു ടാബുലേഷൻ മെത്തേഡ് ഫോർമുലേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ട ഡെക്കേഡ്സിൻ്റെ നമ്പർ വെച്ചിട്ട് ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ആൻസേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നടത്തിയത്. സെക്കൻഡ് മെത്തേഡ് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ഓർ യൂണിഫോം ഇൻക്രീസ് മെത്തേഡ്. ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഫ്രം ഡെക്കേഡ് ടു ഡെക്കേഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ ഒരു ഫാക്ടറിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കൺസിഡറേഷനിൽ ഇത് നമുക്ക് റാപ്പിഡ്ലി ഗ്രോയിങ് സിറ്റീസിലും അല്ലെങ്കിൽ യങ് സിറ്റീസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പയറിംഗ്ലി ഒരു ഗുഡ് റിസൾട്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ Pn ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് R/100 ഓൾ റൈസ് ടു n. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആണ്. P0 ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ. Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് nth ഡെക്കേഡ് കണ്ടെത്തേണ്ട ഡെക്കേഡ്സിലെ പോപ്പുലേഷനാണ്. ദെൻ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ഇൻ പെർസെൻറ്റേജ്. സോ ഇവിടെ ഒരു പുതിയ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് ബാർ ആയിരുന്നു. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പുതുതായിട്ട് കണ്ടെത്തേണ്ടത് R എന്ന് പറയുന്ന ടേമാണ്. സോ R എന്ന വാല്യൂ കണ്ടെത്താൻ 2 മെത്തേഡ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 2 ഇക്വേഷൻസ് വെച്ച് നമുക്ക് R കണ്ടെത്താം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡാറ്റയിലുള്ള
എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കിയിട്ടാണ് ഏത് മെത്തേഡ് വെച്ച് ആറിൻ്റെ വാല്യൂ കണ്ടെത്തും എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. സോ ആറിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ nth റൂട്ട് ഓഫ് P2 ബൈ P1 മൈനസ് 1. സെക്കൻഡ് ഇക്വേഷൻ nth റൂട്ട് ഓഫ് R1 ഇൻറ്റു R2 എക്സെട്ര ഇൻറ്റു Rn. സോ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ നോൺ പോപ്പുലേഷനും P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ നോൺ പോപ്പുലേഷനുമാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി പറഞ്ഞതാണ് നമ്പർ ഓഫ് ഡെക്കേഡ്സ്. സോ നമുക്ക് ഫസ്റ്റത്തെ മെത്തേഡിൽ, അതായത് നമ്മൾ അരിത്തമാറ്റിക് മെത്തേഡിൽ ചെയ്ത സെയിം പ്രോബ്ലം ഈ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ടാബുലേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലൊരു കോളം കൂടിയും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കോളം ഇയർ, സെക്കൻഡ് വൺ പോപ്പുലേഷൻ, തേർഡ് വൺ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ആദ്യത്തെ 3 കോളം നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത സെയിം എലമെൻറ്റ്സ് തന്നെയാണ് വരുന്നത്. ആൻഡ് ഫോർത്ത് കോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതായത് നമ്മുടെ ഇക്വേഷനിലുള്ള R എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കോളമാണ് ഫോർത്ത് വൺ വരുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മൾ ആ തന്ന ഡാറ്റാസ് അതുപോലെ നോട്ട് ചെയ്തു. അതിനുശേഷം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കണ്ടെത്തി നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ. അതിനുശേഷം ഫോർത്ത് കോളം, അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കും. അതിനെ തൊട്ട് മുൻപിലെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് കിട്ടും. എക്സാമ്പിളായിട്ട് 1940 28,000 ആണ് പോപ്പുലേഷൻ. അവിടെയുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,000 ആണ്. സോ എത്ര പെർസെൻറ്റേജ് ആണ് അതിന് തൊട്ട് മുൻപത്തെ ഡെക്കേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടിയത് എന്നാണ് നമ്മൾ ഈ ഫോർത്ത് കോളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ 3,000 ഡിവൈഡ് ബൈ 25,000 ഇൻറ്റു 100 ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 12% എന്ന് കിട്ടി. സെയിം മെത്തേഡിൽ 1950 പോപ്പുലേഷൻ 34,000 ആണ്. അവിടെയുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 ആണ്. സോ അതിന് തൊട്ട് മുൻപിലെ ഡെക്കേഡ്, അതായത് 1940 പോപ്പുലേഷനിൽ എത്ര പെർസെൻറ്റേജ് ആണ് കൂടിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 6,000 ഡിവൈഡ് ബൈ 28,000 ഇൻറ്റു 100 ചെയ്തു, ഈക്വൽ ടു 21.4% എന്ന് കിട്ടി. സിമിലർലി 1960 23.5% എന്നും 1970 11.9% എന്നും പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കിട്ടി. സോ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1, R2, R3, R4 എന്ന വാല്യൂസാണ്. അതായത് ആറിന് വേണ്ടിയിട്ട് നമുക്ക് തന്നതിലെ സെക്കൻഡ് ഇക്വേഷനിലേക്ക് വേണ്ട ഡാറ്റാസാണ് കിട്ടിയത്. സോ നമ്മൾ R എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. nth റൂട്ട് ഓഫ് R1 ഇൻറ്റു R2 എക്സെട്ര ഇൻറ്റു Rn എന്നാണ് ഇക്വേഷൻ. സോ നമുക്കിവിടെ 4% ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വാല്യൂസാണ് കിട്ടിയത്. സോ എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഇത് നമുക്ക് ആ ടേബിളിൽ ഫോർത്ത് കോളത്തിൽ കിട്ടിയ വാല്യൂസ് ആണ് R1, R2, R3, R4 എന്ന് പറഞ്ഞു വരുന്നത്. അത് വെച്ച് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ 16.37% എന്ന് കിട്ടും. ഓക്കെ, now നമുക്ക് നമ്മുടെ ഇക്വേഷൻ, അതായത് ജിയോമെട്രിക് മെത്തേഡിലെ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ വാല്യൂസുമായി. സോ പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഡെക്കേഡ് ബിയോണ്ട് 97, 1970 ശേഷമുള്ള ഒരു ഡെക്കേഡിലെ പോപ്പുലേഷൻ, അതായത് 1980 പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ, 1970 പോപ്പുലേഷൻ, അതായത് 47,000 പ്ലസ് 1 പ്ലസ് R ബൈ 100 ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 16.37. സോ ആ ആറിൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡെക്കേഡ്സ്, 1970 ശേഷം 1980 എന്ന് പറയുമ്പോൾ ഒരു ഡെക്കേഡാണ്. സോ എന്നിൻ്റെ വാല്യൂ 1 ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 54,694 എന്ന് പോപ്പുലേഷൻ്റെ വാല്യൂ കിട്ടും. സെക്കൻഡ് വൺ, പോപ്പുലേഷൻ ആഫ്റ്റർ 2 ഡെക്കേഡ് ബിയോണ്ട് 1970, അതായത് 1990 പോപ്പുലേഷനാണ് കണ്ടെത്തേണ്ടത്. സോ അവിടെ എന്നിൻ്റെ വാല്യൂ 2 ആയി. വേറെ ഫർദർ ചേഞ്ചസ് ഒന്നും വരാനില്ല. ഇക്വേഷനിൽ ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ 63,647 എന്ന് കിട്ടും. പോപ്പുലേഷൻ ആഫ്റ്റർ 3 ഡെക്കേഡ്സ് ബിയോണ്ട് 1970, 1970 ശേഷം 3 ഡെക്കേഡ്സിന് വരുന്ന പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ ഓഫ് 2000. ഇവിടെ എന്നിൻ്റെ വാല്യൂ 3 ആയി മാറും. 1970 ശേഷം 3 ഡെക്കേഡ്സ് ആണ്. സോ എന്നിൻ്റെ വാല്യൂ 3 ആയി. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 74,066
എന്ന വാല്യൂ നമുക്ക് പോപ്പുലേഷനിൽ കിട്ടും. ഇത്രയാണ് ജോമെട്രിക് മെത്തേഡിൽ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസേഴ്സ്. ദെൻ നമുക്കൊരു മറ്റൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ദി പോപ്പുലേഷൻ ഓഫ് ദ ഇയർ 2000 ആൻഡ് 2006 for a city whose population in the year 1930 was 25,000 and in the year 1970 was 47,000. Make use of geometric increase method. നമുക്ക് രണ്ട് ഇയേഴ്സിലെ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. അതായത് 1930ലെയും 1970ലെയും പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. 2000ലെയും 2006ലെയും പോപ്പുലേഷൻ ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ P1 ആൻഡ് P2 ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോപ്പുലേഷനാണ് തന്നിട്ടുള്ളത്. സോ ഗ്രോത്ത് റേറ്റ് R ഈസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് P2 ബൈ P1 മൈനസ് 1 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1930 മുതൽ 1970 വരെ 4 ഡെക്കേഡ്സ് ആണ്. സോ എന്നിൻ്റെ വാല്യൂ 4 ആയി, P2വിൻ്റെ വാല്യൂ 47,000 ആൻഡ് P1ൻ്റെ വാല്യൂ 25,000. അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ 17.095% എന്ന് കിട്ടും. ദെൻ നമുക്ക് നമ്മുടെ ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ Pn ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് R ബൈ 100⁻n എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പോപ്പുലേഷൻ ഓഫ് 2000 എന്ന് പറയുമ്പോൾ നമ്മൾ 1970 ലാസ്റ്റ് നോൺ ഡാറ്റ. സോ എന്നിൻ്റെ വാല്യൂ 3 ആയി, ആറിൻ്റെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. പോപ്പുലേഷൻ ഓഫ് 1970 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,000 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P2000 എന്ന് പറഞ്ഞാൽ 75,459 എന്ന് കിട്ടും. സെക്കൻഡ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് പോപ്പുലേഷൻ ഓഫ് 2006 ആണ്. പോപ്പുലേഷൻ ഓഫ് 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ എന്നിൻ്റെ വാല്യൂ 3 ആണ്. സോ 2006 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3.6 ആയി. ആ ഒരു വാല്യൂ മാത്രമേ നമ്മൾ ഇക്വേഷനിൽ മാറ്റം വരുന്നുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പുലേഷൻ്റെ വാല്യൂ 82,954 എന്ന് കിട്ടും. ഇതാണ് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിലെ സെക്കൻഡ് പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് ഓർ വാരിയിങ് ഇൻക്രിമെൻറ്റ് മെത്തേഡ്. തേർഡ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അരിത്മാറ്റിക് മെത്തേഡിൻ്റെയും ജോമെട്രിക് മെത്തേഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് റിസൾട്ടാണ് അല്ലെങ്കിൽ ഡാറ്റയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഏത് ടൈപ്പ് സിറ്റീസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Pn ഈസ് ഈക്വൽ ടു P0 പ്ലസ് NX ബാർ പ്ലസ് N ഇൻറ്റു N+1/2 ഇൻറ്റു Y ബാർ. Pn നമുക്കറിയാം nth ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ, P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ, X ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, N നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആൻഡ് Y ബാർ ആവറേജ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്. ഈ ഒരു ഇക്വേഷനിൽ Y ബാർ മാത്രമാണ് നമുക്ക് പുതുതായിട്ടൊരു ടേം വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത മെത്തേഡ്സിൽ പറഞ്ഞിട്ടുള്ള ടേംസ് തന്നെയാണ്. സോ Y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ ഇൻക്രിമെൻറ്റിൽ വരുന്ന ആവറേജിനെയാണ് Y ബാർ എന്ന് പറയുന്നത്. നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ ടാബുലേഷൻ കാൽക്കുലേഷൻ വരുമ്പോൾ ഈസിലി എന്താണെന്ന് മനസ്സിലാവും. സോ നമുക്ക് ആൾറെഡി ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ടേബിളിലും 4 കോളമാണ് വരുന്നത്. ഇതിലാദ്യത്തെ 3 കോളവും ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം വാല്യൂസും സെയിം ഡാറ്റാസും തന്നെയാണ്. 4th കോളമാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. സോ തന്ന ഡാറ്റാസ് ഇയറും പോപ്പുലേഷൻ നമ്മൾ അതുപോലെ ടേബിളിൽ കോപ്പി ചെയ്തു. 3rd കോളത്തിൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ കണ്ടെത്തി. ദെൻ 4th കോളത്തിൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആണ് കണ്ടെത്താനുള്ളത്. ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 3rd കോളത്തിലുള്ള പോപ്പുലേഷൻ ഇൻക്രീസ്, 3rd കോളത്തിൽ നമുക്ക് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. 1940 നമുക്ക് 3000 ആണ് ഇൻക്രീസ്, 1950 എത്തുമ്പോൾ 6000 ആണ് പോപ്പുലേഷനിൽ വരുന്ന ഇൻക്രീസ്. സോ ഈ ഇൻക്രീസിൽ വരുന്ന ഇൻക്രിമെൻറ്റ് എന്താണ് എന്നുള്ളതാണ് 4th കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1930 കറസ്പോണ്ടിങ് ആയിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 1940 പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ഇൻക്രിമെൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 1950 കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ പോപ്പുലേഷനിലുള്ള ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ആണ്. സോ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ 1950 പോപ്പുലേഷനിൽ വന്ന ഇൻക്രീസ് 1940 വന്ന ഇൻക്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് പോപ്പുലേഷനിലുള്ള ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ വർധനവ് എന്നുള്ളതാണ് ഫോർത്ത് കോളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് 6000 ആണ് 1950 ഇൻക്രീസ്, 1940 3000 ആണ്. സോ അവിടെയുള്ള ഇൻക്രീസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സോ 6000 മൈനസ് 3000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 എന്ന് കിട്ടും. അവിടെ ഒരു പോസിറ്റീവ് സിമ്പിൾ കൊടുത്തതിനുള്ള കാരണം 1940 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1950 പോപ്പുലേഷൻ 3000 ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മളൊരു പ്ലസ് അല്ലെങ്കിൽ പോസിറ്റീവ് സിമ്പിൾ കൊടുത്തിട്ടുള്ളത്. ദെൻ 1960 കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 ആണ്. കമ്പയറിങ് വിത്ത് 1950 8000 മൈനസ് 6000 അതായത് 2000 ആണ് ഇൻക്രീസ്. സോ 1950 പോപ്പുലേഷനിൽ നിന്നും 2000 കൂടി 1960 ആയപ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്തു. സോ പ്ലസ് 2000 എന്ന് നമ്മൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൽ കാണിച്ചു. ദെൻ ലാസ്റ്റ് വൺ 1970 ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ആണ്. സോ 1960 ഇൻക്രീസ് 8000 ആണ്. സോ 5000 മൈനസ് 8000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് 3000 ആണ്. അതായത് 1960 ഇൻക്രീസ് 8000 ആയിരുന്നു. പക്ഷേ 1970 5000 ഇൻക്രിമെൻറ്റേ നടന്നിട്ടുള്ളൂ. അതായത് അവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് കമ്പയറിങ് ടു ദ പ്രീവിയസ് ഡാറ്റ കുറവാണ്. സോ നമ്മൾ 5000 മൈനസ് 8000 ചെയ്യുമ്പോൾ മൈനസ് 3000 എന്ന് കിട്ടും. സോ ഈ കിട്ടിയ ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൻ്റെ വാല്യൂസ് നമ്മൾ ടോട്ടൽ ചെയ്യാം. അതായത് നമുക്ക് ഇൻക്രീസിൻ്റെ പോപ്പുലേഷൻ കമ്പയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ട്രെൻഡാണോ നെഗറ്റീവ് ട്രെൻഡാണോ നോക്കിയിട്ട് നമ്മളവിടെ സിമ്പിൾസ് കൊടുത്തു. അതിനുശേഷം അതിന് ടോട്ടൽ എടുക്കുന്നു. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 എന്ന് കിട്ടും. ബിക്കോസ് 3000 3000 ക്യാൻസലായി പോകും. സോ 2000 ആണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൻ്റെ ടോട്ടൽ എന്ന് കിട്ടും. സെയിം ടൈം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ 22,000 ആണെന്നും കിട്ടും. ദെൻ നമ്മളതിൻ്റെ ആവറേജ് ഇൻക്രീസ് പെർ ഡെക്കേഡ് കണ്ടെത്തുകയാണ്. അത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ ആവറേജ് എക്സ് ബാറും ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൻ്റെ ആവറേജ് വൈ ബാറും ആണ് കണ്ടെത്തുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,000 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 5500 എന്നും വൈ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ഡിവൈഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 667 എന്നും കിട്ടും. നമുക്ക് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് 3 ഡെക്കേഡ്സിലാണ് വരുന്നത്, 1950 1960 1970. സോ ടോട്ടൽ എമൗണ്ടിന് ഡിവൈഡ് ബൈ 3 ചെയ്തു 667 വിത്ത് പോസിറ്റീവ് സൈൻ നമുക്ക് വൈ ബാർ എന്ന് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ആദ്യത്തേത് പോപ്പുലേഷൻ ആഫ്റ്റർ 1 ഡെക്കേഡാണ്. അതായത് പോപ്പുലേഷൻ ഓഫ് 1980. ഇക്വേഷൻ Pn is equal to P0 plus Nx bar plus N into N plus 1 by 2 y bar ആണ്. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1970 പോപ്പുലേഷൻ, അതായത് 47,000. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ്, 1980 വരുമ്പോൾ നമ്പർ N1 ആണ്. എക്സ് ബാറിൻ്റെ വാല്യൂ 5500. ദെൻ വൈ ബാറിൻ്റെ വാല്യൂ 667. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഓഫ് 1980 53,167 എന്ന് കിട്ടും. സെയിം മെത്തേഡിൽ പോപ്പുലേഷൻ ഓഫ് 1990 കാണുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആകും. ബാക്കിയെല്ലാം സെയിം സബ്സ്റ്റിറ്റ്യൂഷനാണ്. ആൻസർ 60,001 എന്ന് വരും. ആൻഡ് പോപ്പുലേഷൻ ഓഫ് 2000 കൺസിഡർ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആകും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ വിൽ ബി 67,502. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഡിസ്കസ് ചെയ്യാം. എ ടൗൺ ഹാസ് ബീൻ ഡിസൈഡഡ് ടു പ്രൊവൈഡ് 200 ലിറ്റർ പെർ ഹെഡ് പെർ ഡേ ഇൻ ദി 21st century. Estimate the water requirement of this town in the year 2000 by projecting the population by incremental increase method. നമുക്ക് കുറച്ച് ഇയേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡാറ്റയും തന്നിട്ടുണ്ട്. നമ്മോട് പറഞ്ഞിട്ടുള്ളത് 2000 വാട്ടർ റിക്വയർമെൻറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്താനാണ്. പെർ ഹെഡ് 200 ലിറ്റേഴ്സ് ആണ് വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത് പെർ ഡേ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് പോപ്പുലേഷൻ ഓഫ് 2000 കണ്ടെത്തുക,
അതിലേക്ക് ടോട്ടൽ പോപ്പുലേഷൻ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണമെന്നുള്ളത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ചെയ്യേണ്ട മെത്തേഡ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ തൊട്ട് മുൻപിലെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ടേബിളാർ മെത്തേഡിൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷനും ഇൻക്രിമെൻ്റൽ ഇൻക്രീസും കണ്ടെത്തുക. സോ നമ്മൾ തന്ന 1940 to 1980 ഉള്ള ഡാറ്റ അതുപോലെ കോപ്പി ചെയ്തു. ദെൻ കറസ്പോണ്ടിങ്ലി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണെന്ന് കണ്ടെത്തി. അതിനുശേഷം ഫോർത്ത് കോളത്തിൽ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് കണ്ടെത്തി. പോസിറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് സൈനും നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ നെഗറ്റീവ് സൈനും പ്രൊവൈഡ് ചെയ്തു. ദെൻ അതിൻ്റെ ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ്റെ ടോട്ടലും ഇൻക്രിമെൻ്റൽ ഇൻക്രീസിൻ്റെ ടോട്ടലും കണ്ടെത്തി. ആഫ്റ്റർ അതിൻ്റെ ആവറേജ് എക്സ് ബാറും വൈ ബാറും വാല്യൂ കണ്ടെത്തി. അവിടെ നമുക്ക് കണ്ടെത്തിയ വാല്യൂ നോക്കുമ്പോൾ വൈ ബാറിൽ നെഗറ്റീവ് സൈനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആവറേജ് എടുക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ട്രെൻഡാണ് ഇൻക്രിമെൻറ്റിൽ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമുക്ക് 2000 എക്സ്പെക്റ്റഡ് പോപ്പുലേഷനാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ലാസ്റ്റ് നോൺ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 സോ 2000 കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡെക്കേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ Pn = P0 + nx bar + n × n + 1/2 y ബാറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയിരിക്കും. എക്സ് ബാർ ടേബിളിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, വൈ ബാറും കിട്ടി. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ ഓഫ് 2000 നമുക്ക് കിട്ടും 7,41,46,716 എന്ന് നമുക്ക് പോപ്പുലേഷൻ്റെ വാല്യൂ കിട്ടും. നമ്മോട് പറഞ്ഞിട്ടുള്ളത് 2000 ഇയറിൽ വേണ്ട വെള്ളത്തിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ പോപ്പുലേഷനിലേക്ക് പെർ ഹെഡ് വാട്ടർ റിക്വയർമെൻറ്റ്, അതായത് ഈ കിട്ടിയ പോപ്പുലേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 2000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വാട്ടറാണ് പെർ ഹെഡ് അല്ലെങ്കിൽ പെർ ടോട്ടൽ പോപ്പുലേഷൻ വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർത്ത് മെത്തേഡ് ഡിക്രീസിങ് റേറ്റ് ഓഫ് ഗ്രോത്ത് മെത്തേഡ്. അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഡൗൺവാർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതായത് ഓരോ ഡെക്കേഡ്സും കഴിയുമ്പോൾ പോപ്പുലേഷനിലുള്ള ഇൻക്രീസ് കുറഞ്ഞ് വരികയാണ് ട്രെൻഡ് എങ്കിൽ നമുക്ക് ഈ ഒരു ഫോർത്ത് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഇക്വേഷൻ Pn = P0 × 1 + R0 - d/100 × 1 + R0 - 2d/100 etc. × 1 + R0 - nd/100. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് ലാസ്റ്റ് നോൺ ഡെക്കേഡ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഡിക്രീസ് ഇൻ ദി പെർസെൻറ്റേജ് ഇൻക്രീസ്. അതായത് നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിലേക്ക് ഒരു കോളം കൂടിയാണ് അഡീഷണലി വരുന്നത്, അതായത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണെന്നുള്ളത്. സോ ആ സെയിം പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ടേബിളാർ മെത്തേഡിൽ വരുമ്പോൾ ഫസ്റ്റ് കോളം നമുക്ക് തന്നിട്ടുള്ള ഇയേഴ്സ്, സെക്കൻഡ് കോളം പോപ്പുലേഷൻ, തന്ന ഡാറ്റ അതുപോലെ കോപ്പി ചെയ്യുക. തേർഡ് കോളം ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർത്ത് കോളം പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, നമുക്ക് എത്രയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ആ വാല്യൂസ് നമ്മൾ ഫോർത്ത് കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഫിഫ്ത്ത് കോളം വരുന്നത് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ്, അതായത് പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്രയാണ് നമ്മൾ ഫോർത്ത് കോളത്തിൽ കണ്ടെത്തി. ആ പെർസെൻറ്റേജ് ഇൻക്രീസിൽ വരുന്ന ഡിക്രീസ് എത്രയാണ് എന്നുള്ളതാണ് ഫിഫ്ത്ത് കോളത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 1940 പെർസെൻറ്റേജ് ഇൻക്രീസ് 12% ആണ്. 1950 വരുമ്പോൾ 21.4% ആണ്. സോ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940 12% മൈനസ് 1950 21.4%, വിച്ച് ഈസ് ഈക്വൽ ടു -9.4% എന്ന് കിട്ടും. 1960 എത്തുമ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ 1950 മൈനസ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ 1960 ആണ് വരിക. അതായത് 21.4 മൈനസ് 23.5 ഈക്വൽ ടു -2.1. സിമിലർലി 1970 കൺസിഡർ ചെയ്യുമ്പോൾ 23.5 മൈനസ് 11.9 ഈക്വൽ ടു 11.6% എന്ന് കിട്ടും. സോ നമുക്ക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ടോട്ടൽ 22,000 ആണെന്ന് അറിയാം. ദെൻ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ വാല്യൂ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ
0.1% ആണ് കിട്ടും. അതായത് -9.4 പ്ലസ് -2.1 പ്ലസ് 11.6 വിച്ച് ഈസ് ഈക്വൽ ടു 0.1% ആണ് കിട്ടും. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് 0.1/3 ആണ് വരുന്നത്. 3 ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണുള്ളത്. സോ ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 0.03% എന്ന് കിട്ടും. ഇത്രയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് Pn എന്നുള്ള ഇക്വേഷനിൽ P0 ലാസ്റ്റ് നോൺ ഡെക്കേഡിലെ പോപ്പുലേഷൻ്റെ വാല്യൂസ് ആണ്. R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോൺ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ്, അതായത് 1970 പോപ്പുലേഷൻ ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ്, അതാണ് R0 എന്ന് പറയുന്ന വാല്യൂ. ദെൻ D എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടെത്തി, അതായത് 0.03% എന്ന്. സോ പോപ്പുലേഷൻ ഓഫ് P90-80 കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലെ ഫസ്റ്റ് ടേം മാത്രമേ വരൂ, അതായത് എന്നിൻ്റെ വാല്യൂ 1 ആണ്. സോ P0 × 1 പ്ലസ് R0 മൈനസ് D/100 എന്നുള്ള ടേം മാത്രമേ വരൂ. അതിൽ നമുക്ക് തന്ന ഡാറ്റാസും കാൽക്കുലേറ്റ് ചെയ്ത ഡാറ്റാസും ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഓഫ് 90-80 കിട്ടും 52,570. പോപ്പുലേഷൻ ഓഫ് 90-90 എന്ന് പറയുമ്പോൾ 2 ടേംസ് വരും, -D എന്നുള്ള ടേമും -2D എന്നുള്ള 2 ടേമും വരും. കാരണം എന്നിൻ്റെ വാല്യൂ 2 ആണ്. സോ ഡയറക്റ്റ്ലി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോപ്പുലേഷൻ്റെ വാല്യൂ 58,800 എന്ന് വരും. ദെൻ പോപ്പുലേഷൻ ഓഫ് 2000 എന്ന് പറയുമ്പോൾ 3 ഡെക്കേഡ്സ് ആയി. സോ 3 ടേംസ് വരും, -D എന്നുള്ള ടേം, ദെൻ -2D എന്നുള്ള ടേമും ആൻഡ് ലാസ്റ്റ് -3D എന്നുള്ള ടേമും വരും. സോ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ ലാസ്റ്റ് ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് 11.9. ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി 0.03. എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 65,750 എന്ന് വരും. ഇതാണ് ഈ ഒരു മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് വൺ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്, 5th മെത്തേഡാണ്. നമ്മൾ പോപ്പുലേഷനും ടൈമും വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്കതിൽ ഏത് ഇയറിലെ പോപ്പുലേഷനാണോ വേണ്ടത് അതിനൊരു അപ്രോക്സിമേറ്റ് അനാലിസിസ് ചെയ്യുന്ന മെത്തേഡാണ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോൺ ആയിട്ടുള്ള കുറച്ച് പോപ്പുലേഷൻ ഡാറ്റാസ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് നമുക്കൊരു 5 വർഷത്തെ അല്ലെങ്കിൽ 5 ഡെക്കേഡ്സിലെ പോപ്പുലേഷൻ ഡാറ്റ അറിയാമെങ്കിൽ അത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നോട്ട് ചെയ്യും. ടൈം ഇയർ എക്സാക്സിലും പോപ്പുലേഷൻ വൈ ആക്സിലും കൺസിഡർ ചെയ്തിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യും. ദെൻ അതിൽ നിന്നും ഒരു അപ്രോക്സിമേറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്, അതായത് based on the assumption that the city under consideration may develop same as the selected similar cities developed in the past. ഏകദേശം ഒരേ ട്രെൻഡിൽ പോപ്പുലേഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്ന സിറ്റീസിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട സിറ്റിയുടെ ഡാറ്റ പ്ലോട്ട് ചെയ്ത് കണ്ടെത്തുന്ന മെത്തേഡാണ് കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, സിമിലർ പ്രോപ്പർട്ടി ഉള്ള ഡാറ്റ കമ്പയർ ചെയ്ത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡാണ്. പോപ്പുലേഷൻ വിത്ത് ടൈം ഈസ് പ്ലോട്ടഡ് ഫോർ ദ സിറ്റി ആൻഡ് എക്സ്റ്റെൻഡഡ് ബേസ്ഡ് ഓൺ ദ കർവ് ഓഫ് സെലക്റ്റഡ് സിറ്റി. നമുക്കറിയാവുന്ന സിറ്റീസ്, എക്സാമ്പിളായിട്ട് നമുക്കിവിടെ സിറ്റി A, B, C, D എന്ന് പറഞ്ഞു കഴിഞ്ഞ് 4 സിറ്റീസിൻ്റെ ഡാറ്റാസ് നമുക്ക് ഉണ്ട്. അതായത് സിറ്റി A, B, D എന്ന് പറയുന്ന സിറ്റീസിൻ്റെ ഡാറ്റാസ് നമുക്ക് കംപ്ലീറ്റ്ലി നോൺ ആണ്. സോ നമുക്ക് വേണ്ട സിറ്റിയുടെ ഡാറ്റ അത് നമ്മൾ അതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ വരുന്ന അത്രത്തോളം ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലിയർ വാല്യൂസ് ആയിരിക്കില്ല ഈ ഒരു മെത്തേഡിൽ. നമുക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പാരിറ്റീവ് ഗ്രാഫിക്കൽ മെത്തേഡെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. 7th വൺ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ്.
അതായത് നമ്മൾ ഈ ഒരു സിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ വെച്ചിട്ട് നമ്മൾ സിറ്റിയെ വേരിയസ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഓരോ സോണിലെയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഫിക്സ് ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് മാസ്റ്റർ പ്ലാൻ മെത്തേഡ് അല്ലെങ്കിൽ സോണിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഏരിയയെ നമ്മൾ സോണായി ഡിവൈഡ് ചെയ്ത് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഫിക്സ് ചെയ്യും. ദെൻ അത് വെച്ച് ഇൻ്റർപോളേറ്റ് ചെയ്ത് നമ്മൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്. ദെൻ 8th മെത്തേഡ് റേഷ്യോ മെത്തേഡ് ഓർ അപ്പോർഷൻമെൻറ്റ് മെത്തേഡ്. ദ റേഷ്യോ ഓഫ് ലോക്കൽ പോപ്പുലേഷൻ ടു നാഷണൽ പോപ്പുലേഷൻ ഈസ് വർക്ക്ഡ് ഔട്ട്. നമ്മുടെ ആ ഒരു കറണ്ട് ഏരിയയിലെ പോപ്പുലേഷനും നാഷണൽ പോപ്പുലേഷനും തമ്മിലുള്ള റേഷ്യോ വർക്കൗട്ട് ചെയ്യും. എത്രയാണ് ആ റേഷ്യോ എന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ടൈം ആൻഡ് ദിസ് റേഷ്യോസ് ആൻഡ് എക്സ്റ്റെൻഡഡ് അപ് ടു ദ ഡിസൈർഡ് ഇയർ. നമ്മൾ ലോക്കൽ പോപ്പുലേഷനും നാഷണൽ പോപ്പുലേഷനും വെച്ച് റേഷ്യോസ് ഡെവലപ്പ് ചെയ്യും. ദെൻ നമ്മൾ ഓരോ ഇയർ വെച്ചിട്ട് ഈ ഒരു ഡാറ്റ റേഷ്യോയും ഇയേഴ്സും വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡാറ്റ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഏത് ഇയേഴ്സിലെയാണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ കറസ്പോണ്ടിങ് ഫ്യൂച്ചർ പീരിയഡിലേതിനെ നമ്മൾ എക്സ്പെക്റ്റഡ് നാഷണൽ പോപ്പുലേഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നമ്മൾ ലോക്കൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാഷണലിലെ ഇതേ ഒരു ട്രെൻഡിൽ ഫോളോ ചെയ്യുന്ന പാരലൽ സിറ്റീസിലേക്ക് പാരലൽ ഏരിയയിലേക്കും നമുക്ക് ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ലോക്കൽ പോപ്പുലേഷൻ്റെ റേഷ്യോയും നാഷണൽ പോപ്പുലേഷനും വെച്ച് നമ്മളവിടെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ഡെക്കേഡ്സിലെ റേഷ്യോയും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ ഗ്രാഫിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് ഇയേഴ്സിലേക്കാണോ വേണ്ടത് അവിടേക്ക് നമ്മൾ ഗ്രാഫിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്. ലാസ്റ്റ് വൺ ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ 2-3 എലമെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടുത്തെ പോപ്പുലേഷൻ്റെ ട്രെൻഡ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ നോട്ട്സോ അതുപോലെ വീഡിയോയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്, എങ്ങനെയാണ് ആ ഒരു ഗ്രാഫിക്കൽ ട്രെൻഡ് വരുന്നത്. സോ അത് വെച്ചിട്ട് പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലോജിസ്റ്റിക് കർവ് മെത്തേഡ്. ഇതിൽ കുറച്ച് അധികം ഇക്വേഷൻസ് ഉണ്ട്. P is equal to PS divided by 1 plus M into log E raised to minus 1 into NT. അതുപോലെ പി എസിന് വേണ്ടിയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. 2 into P0 P1 P2 minus P1 square into P0 plus P2 divided by P0 P2 minus P1 square. M is equal to PS minus P0 by P0 and N is equal to 1 by T1 log to the base E P0 into PS minus P1 divided by P1 into PS minus P0. ഇക്വേഷൻസ് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ നമ്മളതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ കറക്റ്റ് ആ ടേംസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യം വരില്ല. സോ ഇതിൽ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് T0, അതായത് T is equal to T0 equal to 0 എന്ന് പറയുന്ന ഒരു വാല്യൂസിലാണ് വരുന്നത്. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് T1, P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് T2. നമുക്കൊരു പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വരുന്നതെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ പ്രോബ്ലം ഇതാണ്. In 2 periods each of 20 years, a city has grown from 30,000 into 1,70,000 and then into 3 lakhs. Determine saturation population, equation of logistic curve and expected population after the next 20 years. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് 2 പീരിയഡ്സ് 20 ഇയേഴ്സിൻ്റെ 2 പീരിയഡ്സിലുള്ള പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനീഷ്യൽ പോപ്പുലേഷൻ 30,000 ആണ്. അവിടെ നിന്നൊരു 20 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ 1,70,000 ആയി. അവിടെ നിന്നും വീണ്ടും ഒരു 20 ഇയേഴ്സ് കൂടി കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ 3 lakh ആയി. സോ ഇവിടെ വരുന്ന സാച്ചുറേഷൻ പോപ്പുലേഷൻ എന്താണ്, ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് എന്താണ്, ദെൻ എക്സ്പെക്റ്റഡ് പോപ്പുലേഷൻ ആഫ്റ്റർ 20 ഇയേഴ്സ് എന്താണെന്നുള്ളതാണ് കണ്ടെത്താൻ പറഞ്ഞത്.
സോ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 എന്ന് കിട്ടി. അതായത് T0 ഈക്വൽ ടു 0. നമ്മൾ ഇനീഷ്യൽ പോപ്പുലേഷനാണ്. സോ അവിടെ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,70,000. അതായത് 20 ഇയേഴ്സിന് ശേഷം വരുന്ന പോപ്പുലേഷനാണ്. സോ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഇയേഴ്സ്. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പോപ്പുലേഷൻ, അതായത് 3 lakh പോപ്പുലേഷൻ. കറസ്പോണ്ടിംഗ്ലി T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇയേഴ്സ്. 20 ഇയേഴ്സ്, അതായത് 0 to 20, 20 to 40, അങ്ങനെ ടോട്ടലി 40 ഇയേഴ്സിന് ശേഷമുള്ള പോപ്പുലേഷനാണ് 3 lakh. സോ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh ആൻഡ് T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇയേഴ്സ് എന്ന് കിട്ടി. സോ സാച്ചുറേഷൻ പോപ്പുലേഷനാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ PS ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ആൾറെഡി ഡിസ്ക്രൈബ് ചെയ്തു. സോ ആ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ കിട്ടിയ വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PS സാച്ചുറേഷൻ പോപ്പുലേഷൻ്റെ വാല്യൂ 3,26,000 എന്ന് കിട്ടും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് ആണ്. P ഈസ് ഈക്വൽ ടു PS ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ്. അതിൽ നമുക്ക് M എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്താനുണ്ട്. അതിൻ്റെ ഇക്വേഷൻ PS മൈനസ് P0 ബൈ P0 ആണ്. PS നമ്മൾ ആൾറെഡി കണ്ടെത്തി. P0 നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ അത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ കിട്ടും 9.87. ദെൻ നമുക്ക് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് കണ്ടെത്തണമെങ്കിൽ N എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടെത്താനുള്ളത്. സോ എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1/T1 log to the base E P0 into PS minus P1 divided by P1 into PS minus P0. സോ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20 ആണ്, നമ്മളവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ആൾറെഡി നോൺ വാല്യൂസ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ -0.119 എന്ന് കിട്ടും. നൗ നമുക്ക് ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം എങ്ങനെയാണ് നമ്മൾ ആ വാല്യൂസ് കൊടുത്തിട്ടുള്ളത് എന്ന്. അതായത് P is equal to 3,26,000 divided by 1 plus 9.87 into log E raised to -1 into minus 0.119 T എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു 20 ഇയേഴ്സ് കൂടി കഴിഞ്ഞിട്ട് എത്ര പോപ്പുലേഷൻ ഉണ്ടാവും എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് അവിടെ ടിയുടെ വാല്യൂ 60 എന്ന് കിട്ടും. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് 20 ഇയേഴ്സ് കൂടി കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ ഒരിക്കലും 20 എന്ന് എടുക്കരുത്. ഇനീഷ്യലി എത്രയാണോ അതിൽ നിന്നും ആ കറസ്പോണ്ടിങ് ഇയേഴ്സ് ആഡ് ചെയ്താണ് നമ്മൾ ടിയുടെ വാല്യൂ കണ്ടെത്തുന്നത്. അതാണ് ഇവിടെ വരുന്നൊരു മെയിൻ ഫാക്ടർ. അതായത് നമുക്ക് 30,000 എന്ന് പറയുമ്പോൾ ഇയേഴ്സിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ദെൻ അവിടുന്ന് 20 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 1,70,000 ആയി. അതിൽ നിന്നും 20 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 3 lakh ആയി. സോ T0 0 ആയി കൺസിഡർ ചെയ്തു. T1 20 ആയി. T2 അതായത് 3 lakh പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ട് 20 + 20 40 ഇയേഴ്സ് എന്ന് കൺസിഡർ ചെയ്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതിന് ശേഷം ഒരു 20 ഇയേഴ്സും കൂടി കഴിഞ്ഞിട്ടുള്ള പോപ്പുലേഷൻ എന്നാണ്. അതായത് 40 + 20, അങ്ങനെയാണ് നമ്മൾ ടിയുടെ വാല്യൂ 60 എന്ന് കൺസിഡർ ചെയ്തത്. സോ ആ ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവിൽ ആ ഒരു വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പുലേഷൻ 3,23,000 എന്ന് കിട്ടും. സോ ഇക്വേഷൻസ് ഒരുപാടുണ്ടെങ്കിലും പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. തന്ന ക്വസ്റ്റ്യനിലുള്ള പോപ്പുലേഷൻ ഡാറ്റയും ഇയേഴ്സിൻ്റെ ഡാറ്റയും അതുപോലെ തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇയേഴ്സിൻ്റെ കൺസിഡറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇയേഴ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പോപ്പുലേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അത് വെച്ച് നമ്മൾ സാച്ചുറേഷൻ പോപ്പുലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് ആണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എം കണ്ടെത്തുക, അതിനുശേഷം എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുക. ദെൻ ആ ഇക്വേഷൻസ് രണ്ടിന്നും കിട്ടിയ വാല്യൂസ്, അതായത് എമ്മിൻ്റെ എന്നിൻ്റെയും വാല്യൂ ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി നോൺ വാല്യൂസും കൂടി ഡാറ്റയും കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഓഫ് ലോജിസ്റ്റിക് കർവ് ആയി. സോ അവിടെ അൺനോൺ ആയിട്ടുള്ളത് ടി എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. നമ്മുടെ പ്രോബ്ലത്തിൽ ലാസ്റ്റ് കണ്ടെത്താൻ പറഞ്ഞത് 60 ഇയേഴ്സിന് ശേഷമുള്ള പോപ്പുലേഷനാണ്. സോ ടിയുടെ വാല്യൂ 60 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 60 ഇയേഴ്സിന് ശേഷമുള്ള പോപ്പുലേഷൻ കൂടി കണ്ടെത്താൻ സാധിക്കും. ഇത്രയാണ്
പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് വരുന്നത്. ചാപ്റ്റർ 4 പറയുന്നത് ഈ ഒരു 9 മെത്തേഡ്സ് ആണ്. ഇതിൽ ഏകദേശം 5 മെത്തേഡ്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. ബാക്കി വരുന്ന 4 മെത്തേഡ്സ് ഗ്രാഫിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്ത് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പ്രോബ്ലംസും സ്വന്തം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരിക്കലും ഒരു പ്രോബ്ലം ഇതുപോലെ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ മെത്തേഡ്സിലും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ആദ്യമായ ഒരു പ്രോബ്ലം എഴുതി വയ്ക്കുക, അവൈലബിൾ ഡാറ്റാസ് എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ മെത്തേഡിൻ്റെയും ഇക്വേഷൻസ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ ഡാറ്റാസാണ് റിക്വയർഡ് ആയിട്ട് എന്ന് നോക്കുക. എന്നിട്ട് ആദ്യത്തെ 4 മെത്തേഡ്സിനും ടാബുലാർ മെത്തേഡിലാണ് നമ്മൾ ഡാറ്റാസ് കണ്ടെത്തുന്നത്. സോ ഓരോ മെത്തേഡിനും ആവശ്യമായ ടാബുലാർ മെത്തേഡിൽ ആ ഡാറ്റാസ് കണ്ടെത്തിയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ ഡെക്കേഡ്സിലേക്കും വേണ്ട പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നടത്തുക. ലാസ്റ്റ് ലോജിസ്റ്റിക് കർവിൻ്റെ മെത്തേഡിൽ അതിൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതി മനസ്സിലാക്കുക. അതിനുശേഷം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോബ്ലംസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി എക്സാമിന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് ഏതെങ്കിലും എല്ലാ മെത്തേഡിൽ നിന്നുള്ള പ്രോബ്ലംസ്. സോ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണിത്. ഇതിലാകെ വരുന്നത് ഈ ഒരു ടാബുലാർ മെത്തേഡിൽ കറക്റ്റ് വാല്യൂസ് കൺസിഡർ ചെയ്യുക, കറക്റ്റ് കാൽക്കുലേഷൻ കീപ്പ് ചെയ്യുക. അതുപോലെ ഡെക്കേഡ്സിൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുമ്പോഴും ആ ഒരു സെയിം കൺസിഡറേഷൻ എത്രയാണെന്നുള്ള കറക്റ്റ് അനാലിസിസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസിൽ പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും വരാനില്ല. സോ ഇത്രയും ആണ് ചാപ്റ്റർ 4 വരുന്നത്.